ഹലോ ഫ്രണ്ട്സ്, AKS ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്കൂട്ടറിലും ബൈക്കിലുമൊക്കെയുള്ള ഡിസ്ക് ബ്രേക്കിനെ കുറിച്ചാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പറയുന്നത് വണ്ടിയുടെ ബ്രേക്ക് പാഡിനെ കുറിച്ചാണ്. ബ്രേക്ക് പാഡ് മാറ്റേണ്ട സമയം, അതിൻ്റെ തേയ്മാനത്തെക്കുറിച്ചാണ്. ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഇലക്ട്രിക് വെഹിക്കിള്, ലോ പവർ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഡിസ്ക് ബ്രേക്കാണ്. നമുക്ക് അതിലോട്ട് കടക്കാം. ഈ സ്ക്രീനിൽ കാണുന്നത് ഒരു ഡിസ്ക് ബ്രേക്കിൻ്റെ ഫോട്ടോയാണ്. ഈ സ്റ്റീല് പോലുള്ള സാധനത്തിന്മേൽ ഘടിപ്പിച്ചിട്ടുള്ള സാധനമാണ് ബ്രേക്ക് പാഡ്. ആ ബ്രേക്ക് പാഡിൻ്റെ ബാക്കി കാര്യങ്ങളാണ് ഇനി നാം പരിചയപ്പെടുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഒരു വണ്ടിയിൽ നിന്ന് അഴിച്ചെടുത്ത ബ്രേക്ക് സിസ്റ്റമാണ്. അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നത്, ഈ കട്ടിങ് കൊടുത്ത് കാണുന്നതാണ് ഇതിൻ്റെ ബ്രേക്ക് പാഡ്. ഈ ബ്രേക്ക് പാഡിൻ്റെ ബാക്കി കാര്യങ്ങളാണ് ഇനി നാം നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നോക്കേണ്ടത്, ഈ ബ്രേക്ക് പാഡിൽ കാണുന്ന ഈ ഒരു കട്ടിങ് വരെ ശരിക്കും ഈ ബ്രേക്ക് പാഡ് യൂസിങ് ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ ബ്രേക്ക് പാഡ് നമ്മൾ മാറ്റി കൊടുക്കണം. കടയിൽ കൊണ്ടുപോയി മാറ്റേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഈ ഒരു സാധനം ഓപ്പൺ ആക്കാനായിട്ട് ഞങ്ങൾക്ക് ക്ലാസ്സിൽ ഒരു 12-ൻ്റെ ഒരു സ്പാനറും പിന്നെ എല്ലങ്കിയുമാണ് വന്നത്. അത് പല വണ്ടിക്കും പല മാതിരിയാവും. ഈ കാണുന്നതാണ് ഇതിൻ്റെ പിസ്റ്റൺ. ഓയിൽ പ്രഷറിൽ വർക്ക് ചെയ്യുന്ന ബ്രേക്കാണ് ഡിസ്ക് ബ്രേക്ക്. ഈ പിസ്റ്റൺ നമ്മൾ ബ്രേക്ക് പാഡ് മാറ്റുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പിസ്റ്റണ് ഇങ്ങോട്ട് പ്രഷറായിട്ട് തള്ളി വരും. അത് നമുക്ക് തിരിച്ചങ്ങോട്ട് വെക്കാൻ കുറച്ച് പണിയുണ്ട്. ഞാൻ കാണിച്ചു തന്ന ഈ ഒരു ബ്രേക്ക് സിസ്റ്റത്തിൽ 2 സിലിണ്ടറാണ് വരുന്നത്, 2 പിസ്റ്റണാണ് വരുന്നത്. അപ്പോൾ ഓയിൽ മാറ്റാൻ ഉള്ള മറ്റൊരു വീഡിയോ നമ്മൾ പിന്നീട് കാണിച്ചു തരുന്നതാണ്. ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോയിൽ നിങ്ങൾക്ക് ഡിസ്ക് ബ്രേക്കിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് മെയിൻ പാർട്സ് ആയിട്ട് വരുന്നത്. ബ്രേക്ക് പാഡ്, അതിൽ വരുന്ന പിസ്റ്റൺ, സിലിണ്ടർ, ഓയിൽ. ബ്രേക്ക് പാഡ് മാറ്റുന്ന ഒരു വീഡിയോ ആയിട്ട് നമ്മൾ പിന്നീട് ഒരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ തൽക്കാലം ഈ വീഡിയോയിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.